പറയുന്നത് പോലെ തന്നെ വിവർത്തനം ഒരു കലയാണ് എന്ന് പറയുന്നു. ഈ കലയായി മാറ്റപ്പെടുമ്പോഴാണ് ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് കല ഉണ്ടാകുന്നതാണ് ഒരു വലിയ സിദ്ധാന്തം, ഒരു തിയറി വരുന്നുണ്ട്. ഈ ക്രോച്ചയുടെ സിദ്ധാന്തമാണ് ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് കലയുടെ. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ സംഭവിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കില്ല നമ്മൾ വിവർത്തനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൃതിയുടെ ജീവിതം. പക്ഷെ നമ്മളവിടെ പൊരുത്തപ്പെടും. കാരണം അപ്പൊ നമ്മൾ സാധാരണ പറയും, കേസരി പറയുന്നുണ്ട്, ഇഷ്ടമില്ലാത്ത മതത്തിൽ ചേരുന്നത് പോലെയാണ് ഇഷ്ടമില്ലാത്ത ഒരു പുസ്തക വിവർത്തനം ചെയ്യുന്നതെന്ന് കേസരിയുടെ വലിയൊരു കമന്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മതത്തിൽ ചേരുമ്പോൾ ഞാൻ എന്തുമാത്രം ക്ലേശം അനുഭവിക്കും, അതുപോലെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുസ്തകം വിവർത്തനം ചെയ്യേണ്ടി വരിക. പക്ഷേ ഈ ഇഷ്ടമില്ല എന്ന് പറയുന്നതിനകത്ത് ഇഷ്ടവും കൂടെ കലരുന്നുണ്ട്. അപ്പൊ എന്റെ വൈരുദ്ധ്യത്തിന്റെ ജീവിതത്തിന്റെ വൈരുദ്ധ്യവും അല്ലെങ്കിൽ എന്റെ അനാർക്കിസ്റ്റ് വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ അനാർക്കിസ്റ്റ് വേ ഓഫ് ലൈഫ്, ഞാൻ ജീവിക്കാൻ സാഹസപ്പെടുന്ന ഒരു അതിസാഹസികമായിട്ടൊരു അവസ്ഥയായിരിക്കത്തില്ല ഞാൻ വിവർത്തനം ചെയ്യാൻ എടുക്കുന്ന പുസ്തകത്തിന്റെ കഥാപാത്രം അല്ലെങ്കിൽ നായകന്റെയോ നായികയുടെയോ ജീവിതം. പക്ഷെ ഞാൻ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടുക. ആ പൊരുത്തപ്പെടലിനെയാണ് ഞാൻ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യത്തിൽ നിന്നാണ് കലയുണ്ടാകുന്നത്. അപ്പൊ ശരിക്ക് ഇവിടെ ഗംഗാധര സാറായാലും രാമതുലി സാറായാലും വിവർത്തനം ചെയ്യാനിരിക്കുമ്പോൾ ഈ വൈരുദ്ധ്യത്തിന്റെ വലിയ കോൺട്രഡിക്ഷൻസ് ഈ സംഘടനം അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. ഈ സംഘടനത്തിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഈ സാഹിത്യം. അതാണ് അംഗീകരിക്കപ്പെടുന്നത്. അല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാഹിത്യമായിരിക്കത്തില്ല ഇവർ ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ വായിച്ചിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ ഈ അടുത്ത കാലത്ത് യൂറോപ്പിലൊക്കെ പോയിട്ട് വന്ന ചില എഴുത്തുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെടാൻ അവരതിൻ്റെ ഒരു അഭിരുചി പരീക്ഷ നടത്തുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാ പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് തരില്ല. അത് വേറൊരു തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് അതായത് നമ്മളിപ്പോ ഇന്നിപ്പോ എങ്ങനെയാണ് സർവകലാശാലകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കോഴ്സ് കിട്ടുന്നു, നമ്മളത് പഠിക്കുന്നു. പക്ഷെ അതല്ല, ഈ അഭിരുചി ടെസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല. നിങ്ങളൊരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിലിമിനറി നമ്മൾ ആ ടെസ്റ്റ് പാസ്സാവണം. നിങ്ങൾക്ക് ആന്ത്രോപോളജിയിലാണോ താല്പര്യം, നിങ്ങൾക്ക് ഹ്യൂമനിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ ഹ്യൂമർ ആണോ, എന്ത് സബ്ജക്റ്റിലാണ് നിങ്ങളുടെ താല്പര്യമെന്ന് നമ്മൾ അങ്ങനെ അവർ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ടൈപ്പ് സാധനത്തിൽ പാസ്സാവിട്ടാണ് നമുക്ക് തരുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അവിടെയാണ് ഈ ബഹുസ്വരത വരുന്നത്. അവിടെ അതിനു വേണ്ടി ഒരു ക്രീം ഓഫ് ട്രാൻസ്ലേറ്റ് പേഴ്സണാലിറ്റീസിനെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും.